മുഗൾ ചക്രവർത്തി ഔറംഗസീബിന്റെ ശവകുടീരം നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം. മഹൽ മേഖലയിലാണ് അക്രമം. നിരവധി വാഹനങ്ങൾ കത്തിനശിച്ചു. സംഘർഷാവസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ മേഖലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. കൂടുതൽ പോലീസുകാരെ വിന്യസിക്കുവാൻ സർക്കാർ ഉത്തരവിട്ടു. വിവരങ്ങളുമായി ഇപ്പോൾ പ്രേംലാൽ മുംബൈയിൽ നിന്ന് ചേരുന്നു. പ്രേംലാൽ, കണ്ടതാണ് അയോധ്യ, മധുര, ഗ്യാൻവാബി സംഘപരിവാർ തേരോട്ടം തുടരുക തന്നെയാണ്. ഇനിയിപ്പോൾ ഔറംഗസീബാണ് അവരുടെ അടുത്ത ലക്ഷ്യം. മഹാരാഷ്ട്രയിൽ ഏതുവിധേനയും സംഘർഷം സൃഷ്ടിക്കാൻ അവിടെ ഭരിക്കുന്ന ഭരണകൂടത്തിന് അനുമതി കൊണ്ടുകൊണ്ടുള്ള ഒരു വല്ലാത്ത സംഘർഷം എന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരുന്നുണ്ട്. എന്താണ് ഇപ്പോൾ നാഗ്പൂരിലെ ഒരു അവസ്ഥ? സിജു പറഞ്ഞ പോലെ വലിയ ആശങ്കയാണ് ഉയർത്തിയിരുന്നത്. കാരണം അയോധ്യയ്ക്ക് ശേഷം മുംബൈയിലുണ്ടായ കലാപങ്ങൾ നമ്മൾ ഇപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഉണങ്ങാത്ത സാഹചര്യത്തിലാണ് വിശ്വ ഹിന്ദു പരിഷത്തും ബജരംഗ ദളും വീണ്ടും ബാബറി മസ്ജിദ് ഇവിടെ ആവർത്തിക്കുമെന്ന് പറഞ്ഞൊരു വെല്ലുവിളിയെല്ലാം നടത്തിയത്. എന്തായാലും ഇന്നലെ പൊട്ടിപ്പുറപ്പെട്ട കലാപത്തിന് ഒടുവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായിരിക്കുകയാണ്. നിലവിൽ സംഘർഷാവസ്ഥ ഇല്ലെന്ന അന്തരീക്ഷം ശാന്തമാണെന്നുമാണ് അറിയാൻ കഴിഞ്ഞത്. മഹൽ മേഖലയിൽ കനത്ത പോലീസ് സന്നാഹമുണ്ട്. പോലീസ് സംഘർഷാവസ്ഥ നിലനിന്നിരുന്ന ഇടങ്ങളിൽ പരിശോധന നടത്തി നിരവധി പേരെ കസ്റ്റഡിയിൽ എടുക്കാൻ കഴിഞ്ഞു. ഇന്നലെ വൈകുന്നേരം 7:30-യോടെയാണ് നാഗ്പൂരിൽ പൊട്ടിപ്പുറപ്പെട്ട ആക്രമണത്തിൽ 3 പോലീസുകാർ ഉൾപ്പെടെ, അതും DCP ഉൾപ്പെടെ 30ഓളം പേർക്ക് പരിക്കേറ്റത്. കല്ലേറി പരിക്കേറ്റ് ഇതിനെ തുടർന്ന് നിരവധി പേരെ ആശുപത്രികളിൽ ഗുരുതരാവസ്ഥയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നാഗ്പൂരിലെ പല പ്രദേശങ്ങളിലും ഇതോടെ കർഫ്യൂ ഏർപ്പെടുത്തിയാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയത്. ഇപ്പോൾ ഈ ഭരണകൂടം എന്താണ് നിലപാടെടുത്തിരിക്കുന്നത്? നമുക്കറിയാം, ഗോദ്ര കലാപകാലത്ത് മോദി ഭരണകൂടം പുലർത്തിയ നിസ്സംഗത, മൗനാനുവാദം നൽകിയത്, കലാപകാരികൾക്ക് ഇഷ്ടം പോലെ അഴിഞ്ഞാടാൻ അവസരം കൊടുത്തത്, സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് മഹാരാഷ്ട്രയിൽ. ഇപ്പോൾ അവിടെ ഭരിക്കുന്നത് BJP ആണ്. അവിടുത്തെ ഭരണകൂടം നിലപാടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്? സിജു, 2 ദിവസം മുമ്പ് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് നടത്തിയ പ്രസംഗം തന്നെ വളരെ പ്രകോപനപരമായിരുന്നു. ഇത്തരം ഔറംഗസേബിന്റെ ശവകുടീരം പൊളിച്ചു നീക്കുന്നതിനെ അനുകൂലിച്ചുകൊണ്ടുള്ള അഥവാ അദ്ദേഹത്തിന്റെ മഹത്വം നീക്കുന്നതിനെതിരെയുള്ള ഒരു നിലപാടോടുകൂടി ഒരു പ്രസംഗമാണ് നടത്തിയിരുന്നത്. അത് തീവ്ര ഹിന്ദു വിരോധികൾക്ക് ഒരു പ്രോത്സാഹനവും അവർക്ക് ഒരു മൗനാനുവാദം നൽകുന്ന തരത്തിലുള്ള പ്രസംഗമായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് അത്തരമൊരു പ്രസംഗം ഉണ്ടായത് വളരെ നിർഭാഗ്യമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതായത് പ്രേംലാൽ, ഈ സ്റ്റേറ്റ് സ്പോൺസേഡ് കലാപം എന്ന് തന്നെ പറയേണ്ടി വരുന്നുണ്ട്. ദേവേന്ദ്ര ഫഡ്നാവിസ് നടത്തിയ വളരെ പ്രകോപനപരമായ പ്രസംഗം, അതിനെ തുടർന്ന് ഈ ഔറംഗസേബിന്റെ ഈ ശവകുടീരം പൊളിച്ചു മാറ്റണമെന്ന നിലപാടുമായി ഒരു വിഭാഗം എത്തുന്നു. ഭരണാധികാരി മുഖ്യമന്ത്രി തന്നെ പറയുന്നു അവിടെ കലാപകാരികളെ ഇറക്കി വിടുന്നു. എന്നിട്ട് കണ്ണിൽ പൊടിയിടാൻ പോലീസിനെ ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. അവിടെ സ്റ്റേറ്റ് സ്പോൺസേഡ് കലാപം തന്നെ. ഔറംഗസേബിന്റെ ശവകുടീരം പരിപാലിക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാനത്തിനോ കേന്ദ്ര സർക്കാരിനോ ഇല്ലെന്നാണ് ഫഡ്നാവിസ് പറഞ്ഞത്. കൂടാതെ ഔറംഗസേബിനെ മഹത്വപ്പെടുത്താനുള്ള ഏതൊരു ശ്രമത്തെയും ശക്തമായി എതിർക്കുകയും തകർക്കുകയും ചെയ്യുമെന്ന് ഫഡ്നാവിസ് ഉറപ്പ് നൽകിയത്. ഇത് ഒരു വിഭാഗത്തെ പ്രകോപിപ്പിച്ചത്. ഇതിന് പിന്നാലെയാണ് പ്രക്ഷോഭവുമായി വിശ്വ ഹിന്ദു പരിഷത്തും ബജരംഗ ദളും നടന്നത്. കൂടാതെ ഒരു മതഗ്രന്ഥം കത്തിക്കുകയും ചെയ്തു. ഇതൊക്കെ തന്നെയാണ് ഈ കലാപത്തിലേക്ക് പെട്ടത്. സിജു പറഞ്ഞതുപോലെ ഇത് ചോദിച്ചു വാങ്ങിയ അല്ലെങ്കിൽ മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു കലാപമാണെന്ന് പറയാം. ഇത് മഹാരാഷ്ട്രയിൽ BJP അധികാരത്തിൽ വന്നതിന് ശേഷം നിരന്തരം ഇത്തരം വർഗീയ വിദ്വേഷങ്ങൾ പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള നടപടികൾ ഉണ്ടാകുന്നുണ്ട്. ജനങ്ങളെ മതത്തിന്റെ പേരിൽ വേർതിരിച്ച് വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ടായിരിക്കണം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. തീർച്ചയായും ഇത് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ, ശരത് പവാർ അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾ ഇടപെടേണ്ടതാണ്. ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായങ്ങൾ പറയേണ്ടതാണ്. അല്ലെങ്കിൽ തീർച്ചയായും വലിയൊരു കലാപം, കാരണം മുംബൈയിലുണ്ടായിരുന്ന കലാപം നമുക്ക് മറക്കാൻ കഴിയില്ല. അയോധ്യയ്ക്ക് ശേഷം മുംബൈ അക്ഷരാർത്ഥത്തിൽ കത്തുകയായിരുന്നു. അത്തരത്തിലൊരു കലാപം വീണ്ടും പൊട്ടിപ്പുറപ്പെടും. ഇത് നാഗ്പൂരിൽ നിന്ന് മറ്റു ഇടങ്ങളിലേക്കും വ്യാപിക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല. അത്രമാത്രം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ അല്ലേ അത്. ഇതിനിടെ തന്നെ ഇന്നലെ ഒരു കേന്ദ്രമന്ത്രി ഇതേ സംബന്ധിച്ച ഒരു പ്രസ്താവന, അതും സംഘപരിവാറിന്റെ ഇടയിൽ നിന്നൊരു വ്യത്യസ്തമായ പ്രതികരണം കേൾക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ ഈ ഔറംഗസീബിന്റെ കുടീരം ഇളക്കിയത് എന്താണ് കാര്യമെന്ന് ഒരു കേന്ദ്രമന്ത്രി ചോദിക്കുകയും ചെയ്തിരുന്നു. അതെ, ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാർ പ്രകോപനപരമായ ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് വളരെ സൂക്ഷിച്ചുകൊണ്ട് ജനങ്ങളെ അല്ലെങ്കിൽ ഒരു മതവിഭാഗത്തെ തീവ്ര ഹിന്ദു സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുകയല്ല ചെയ്യുന്നത്. പരോക്ഷമായി ഇവർ പ്രോത്സാഹിപ്പിക്കുകയും അവരെ പ്രകോപിപ്പിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം പ്രക്ഷോഭങ്ങൾ ഉണ്ടാകാൻ കാരണം. ശരി, പ്രേംലാലാണ് മുംബൈയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. നാഗ്പൂരിൽ കലാപം, ഔറംഗസീബിന്റെ ശവകുടീരം പൊളിക്കണമെന്നാവശ്യപ്പെട്ട് ഇരുഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം അത് വലിയ കലാപത്തിലേക്ക് നീങ്ങുകയായിരുന്നു. ഏതായാലും ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ പ്രകോപനപരമായ പ്രസംഗം കൂടി അത് ആളിക്കത്തിക്കാൻ ഇടയാക്കിയിട്ടുണ്ടെന്നാണ് പ്രേംലാൽ മുംബൈയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.